ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 60. വന്ന വഴി മറക്കേണ്ടി വരുമ്പോൾ. അന്ന് ആ കാറുകാരെതിരെ വന്നിട്ടാ, ഇല്ലെങ്കിൽ ഇതിനോടൊക്കെ ഞാൻ എക്സ്പെർട്ട് ആയനെ. നന്നായിട്ട് പഠിച്ചതാ, പക്ഷെ സമ്മതിക്കൂല. പത്രറിഞ്ഞ് കൊല്ലം നോക്കുന്നോ? നിന്നെയൊക്കെ പറഞ്ഞ എന്റെ സൈക്കിൾ നിന്നിട്ട് പോയവനെ. നീ പൈസ പിടിക്കുക വാ. പത്രം വായിക്കാനുള്ളതാണ്, എറിഞ്ഞ് കൊല്ലാനുള്ളതല്ല. നിനക്കെന്നെ അറിഞ്ഞൂടാ. തോപ്പിക്കാൻ നോക്കില്ലേ? മോഹനേഷൻ തോപ്പിക്കാൻ നോക്കില്ലേ? എന്താ മോളുടെ പ്രശ്നം? എന്താണ്? എന്താ പ്രശ്നം? പത്രം എടുത്ത് മുഖത്ത് കയറിയുന്നു. എവിടെ കാണിച്ച് പല്ലിയെടുപ്പിക്കണ്ടേ? ആ പോട്ടെ പോട്ടെ പോട്ടെ. എന്നിട്ട് വലുത് പറ്റാതെ നീ എന്താ ഇതൊരു ചായ എടുക്കാത്ത? എന്താ ഇത്ര ധൃതി? ചായ കുടിച്ചിട്ട് ഇവിടെ പോവാനൊന്നുമില്ലല്ലോ. സമരമല്ലേ സമരം. എന്താടി സമരം തുറമ്പോ നിനക്കൊരു പുച്ഛം? ഞങ്ങൾ സമരം ചെയ്യും, അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ബാക്കി എല്ലാ കാര്യത്തിനും ഭയങ്കര ആത്മാർത്ഥതക്കാരനായിട്ടും മോഹനേട്ടൻ ഈ സമരത്തിന് കൂടിയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ സമരം സമരം എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്. എടി, സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു നാടാണ് നമ്മുടേത്. സ്വാതന്ത്ര്യം കിട്ടിയതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി സമരം വേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും? മനുഷ്യനുള്ളിടത്തോളം കാലം അന്യായങ്ങൾക്കെതിരെ സമരം നടന്നുകൊണ്ടേയിരിക്കും. ശരി, സാർ ഇവിടെ നിന്ന് ഇംഗ്ലാവ് വിളിച്ച് സമരം ചെയ്തു. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അത് കഴിഞ്ഞ് ഈ പാവം എനിക്ക് ഓഫീസിൽ പോണം. നമുക്ക് സമരമൊന്നുമില്ലല്ലോ. ശരിട്ടാ. അപ്പോഴൊരു പുച്ഛമുണ്ട്. എന്തായത്? നീ പത്രം കണ്ടോ? കണ്ടോന്നല്ല, വായിച്ചോ? അത് കൊള്ളാം. പത്രക്കാരൻ പത്രം കൊണ്ടുവന്ന് മോഹനേട്ടന് നെറുകെ എറിഞ്ഞിട്ട് പോയപ്പോ തൊട്ട് അത് മോഹനേട്ടന്റെ കയ്യിലല്ലേ. പിന്നെ ഞാനെങ്ങനെ വായിക്കും? ഗ്യാസിന് വീണ്ടും വില കൂടാൻ പോകുന്നു. 130 രൂപ. ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഒരു സിലിണ്ടറിന് 130 രൂപ കൂടാന്ന് വെച്ചാല് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. ഞാനോ മോഹനേട്ടനോ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഗ്യാസിന് ഇനി വില കൂടും, സബ്സിഡി എടുത്തു കളയും, പെട്രോളിനും ഡീസലിനും വില കൂടും. അപ്പോഴും നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നീയല്ലേ 5 മിനിറ്റ് മുമ്പ് സമരത്തെ കുറ്റം പറഞ്ഞത്? സർക്കാർ ഇങ്ങനെ തുടങ്ങിയാൽ സമരം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? എന്തായത്? സാമ്പാർ. സാമ്പാർ ഇത് മതി. ഈ സാമ്പാറില് നമ്മൾ ഉപയോഗിക്കുന്നത് വെണ്ടയ്ക്കയും മത്തങ്ങയൊക്കെ ആണല്ലോ. പച്ചക്ക് തിന്നാലും ഒരു കുഴപ്പമില്ലാത്ത സാധനം. അത്ര വന്നാ മതി. എങ്കിൽ അത് വേവിക്കുന്ന കാര്യം ഇതാ. വെണ്ടയ്ക്ക മത്തങ്ങ വാങ്ങി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പ്ലേറ്റിൽ കുറച്ച് സാമ്പാർ പൗഡർ എടുത്ത് അതിൽ മുക്കി മുക്കി കഴിച്ചാ പോരെ? ഗ്യാസിന്റെ വില ഇങ്ങനെ കൂടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. മനുഷ്യന് ഒരു തരത്തിലും ജീവിക്കാൻ ശ്രമിക്കില്ലെന്ന് വെച്ചാല് ഇത് വെച്ചെറിയും ഞാൻ. കത്തിക്കരുത്. ഹലോ. ഉത്തമ, ഇത് ഞാനാ. എന്താ സാറേ? ഉത്തമൻ ഇവിടം വരെ ഒന്ന് വരണം, വളരെ അത്യാവശ്യമാണ്. അയ്യോ, വൈകുന്നേരം മതിയോ സാറേ? അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണോ വരുന്നത്? എനിക്ക് ഉടനെ ഉത്തമനെ കാണണം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇയാൾക്ക് കാര്യം പറഞ്ഞാലും മനസ്സിലാവൂലേ. എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ രാവിലെ. ഉത്തമനെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യാനാ പരിപാടി? എന്തെങ്കിലും ചെയ്തില്ലേ പറ്റൂ. ഗ്യാസിന് ഇങ്ങനെ വില കൂടിയാൽ അടുത്ത വഴി നമ്മൾ നോക്കണം. അതേത് വഴി? ഉത്തമൻ വരട്ടെ, ആലോചിക്കാം. മോഹനേട്ടാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വല്ലാത്ത കുടുക്കിൽ വന്ന് വീണിരിക്കുക. പണ്ടുണ്ടായിരുന്ന സൗകര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു. നമ്മൾ അതിൽ വീഴുന്നു. പുതിയ സൗകര്യങ്ങൾ മതിയെന്ന് വെക്കുന്നു. അപ്പോൾ ആ സൗകര്യത്തിന് വില കൂടുന്നു. നമുക്ക് പിന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്നാര് പറഞ്ഞു? ഏതെങ്കിലും ഒരു സൗകര്യം അസൗകര്യമായി തോന്നിയാൽ അത് ഉപേക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് അടുത്ത മാസം മുതൽ ഗ്യാസ് വേണ്ട. അപ്പോഴെങ്ങനെയാ? ഹോട്ടലിൽ നിന്ന് കഴിക്കുമോ?
ഗ്യാസ് ഇല്ലാതെയും ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. ഗ്യാസ് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാം. ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചാൽ മതി. പക്ഷേ അത് ഓൺ ചെയ്താൽ ഇലക്ട്രിക് മീറ്റർ കറങ്ങുന്നത് റോക്കറ്റിനേക്കാൾ വേഗത്തിലായിരിക്കും. കറണ്ടിന്റെ സബ്സിഡി എടുത്തു കളയാൻ വേണ്ടി പോവാണെന്നാണ് കേട്ടത്. അപ്പോഴോ ഈ സബ്സിഡി എടുത്ത് കളയുന്ന കാര്യം എത്ര എളുപ്പത്തിലാണ് നീ പറഞ്ഞിട്ട് പോയത്? എടി, സബ്സിഡി എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഉദാഹരണത്തിന് അരിയുടെ കാര്യം. നെല്ലിന്റെ വില കൂടിയാലേ കർഷകന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നെല്ലിന്റെ വില കൂടുമ്പോ അരിയുടെ വില കൂടും. അരിയുടെ വില കൂടുമ്പോ സാധാരണക്കാരനും പാവപ്പെട്ടവനും അരി വാങ്ങാൻ പറ്റാതാവും. അപ്പോ സർക്കാർ എന്ത് ചെയ്യും? നെല്ലിന് നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് വില കുറച്ച് അരി സാധാരണക്കാർക്ക് വിൽക്കും. അപ്പോഴുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് സബ്സിഡി നൽകുന്നത്. എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോന്നുവൽ സബ്സിഡി കൊടുക്കാൻ കാശിനെന്നാണ് സർക്കാർ പറയുന്നത്. പറയുന്ന കേട്ടാ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശെടുത്താണ് സബ്സിഡി കൊടുക്കുന്നതെന്ന് തോന്നുമല്ലോ. നമ്മളൊക്കെ നികുതി അടയ്ക്കുന്ന കാശാണ് ഖജനാവിലുള്ളത്. ആ കാശെടുത്ത് നമുക്ക് സബ്സിഡി തരുന്നതിൽ എന്താ തെറ്റ്? ഭമേ, സർക്കാർ എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കാനുള്ള സംവിധാനമാണെന്നുള്ള ധാരണ ആദ്യം മാറ്റണം. സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പ്രശ്നം കുക്കിംഗ് ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് തന്നെയാണ് അതിന് പോംവഴി. വേറൊരു രക്ഷയില്ല മോനേട്ടാ. അത് നിനക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പ്രതിവിധി അന്വേഷിക്കുന്നതിന് പകരം എന്തെങ്കിലും വരട്ടെ സഹിക്കാമെന്ന് പറയുന്നവർ രക്ഷപ്പെട്ട ചരിത്രമില്ല. ഗ്യാസിന് വില കൂടിയാൽ നേരിടേണ്ടത് എങ്ങനെയെന്ന് മോഹനേഷ് അറിയാം. മോഹനേഷ് സാറേ, ഞാൻ എത്തി സാറേ. ഉത്തമം പെട്ടെന്നൊന്നല്ലോ. ഒരു പ്രശ്നമുണ്ട്. സാറ് വിളിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. എന്താ സാറേ പ്രശ്നം? ഇപ്പൊ സോൾവ് ചെയ്തേരാ. ഗ്യാസിന് വീണ്ടും വില കൂടാൻ പോവാ. അയ്യോ, അക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്കെന്നല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഗ്യാസ് വേണ്ട എന്ന് തീരുമാനിക്കാമല്ലോ. ഓ, അത് കുഴപ്പമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സാറേ ഭക്ഷണേ ഹോട്ടലിൽ നിന്ന് വാങ്ങുവോ? അത് വേണമെന്നില്ല ഉത്തമ. ഗ്യാസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ അടുപ്പ് കൂട്ടി വിറക് കത്തിച്ചായിരുന്നല്ലോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. ഇതെന്ത് അക്രമം ഇത്? അമ്മേ, പോയപ്പോഴേ ഞാൻ പറഞ്ഞു മോഹനേഷിനെ തോപ്പിക്കാൻ നോക്കരുത്. ഇപ്പൊ മനസ്സിലായോ എന്റെ ബുദ്ധി? അതൊക്കെ വെയിറ്റ്. അങ്ങനെ നീ എന്താ അന്തം വിട്ട് നോക്കുന്നത്? ഇത് വിറകാണ്. ഈ വിറക് ഉപയോഗിച്ചാണ് ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാൻ പോകുന്നത്. ഇതായിരുന്നോ ബുദ്ധി? ഞാൻ വിചാരിച്ചു താങ്കളത് പുതിയ ഇന്ധനം കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാന്ന്. എവിടുന്ന് കിട്ടി ഈ വിറക്? കാശ് കൊടുത്ത് മേടിച്ചതാ? വക്കീലെ, അങ്ങനെ മോഹനേഷ് സാറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ലേ. ബഷീറിന്റെ തടിവിലിന്റെ പുറകെ കിടന്ന് എല്ലാം കൂടെ വാരി കൂട്ടി എടുത്തതാ. സാധനം എത്രയല്ലേ ഉള്ളൂ. അപ്പൊ ബഷീർ പറഞ്ഞ കാശൊന്നും വേണ്ട, കൊണ്ടുപോവാ സാറേ എന്ന്. ഇതുകൊണ്ട് എന്താണ് സാറിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്നോ ഞാൻ കാണിച്ചുതരാം. നീ വാ. ഹലോ 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 ഹലോ, അയ്യോ, ഈ വിറക് ഇവിടെ ഇട്. ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എടുത്തോണ്ട് പോവാം. അത് മതി, അത് മതി. അങ്ങനെ അയ്യോ, ഞാൻ ഇല്ല സാറേ. ഇതിപ്പോ നിങ്ങൾ അടുക്കള കാര്യമല്ലേ. വക്കീല് പോയി നോക്കിയിട്ട് വാ. ഞാൻ ഇവിടെ നിൽക്കാം. കണ്ടറിയാത്തപ്പോ കൊണ്ട് തന്നെ അറിയും. മിക്കവാറും വക്കീൽ ഈ വിറകെടുത്ത് സാറിന്റെ ഉച്ചയടിച്ച് പൊളക്കും. സാക്ഷി പറയാൻ ഞാൻ കോടതിയിൽ കയറി ഇറങ്ങി നടക്കണമല്ലോ ദൈവമേ. ഡൽഹിയിലിരുന്ന് ആഴ്ചക്കാഴ്ചക്ക് ഗ്യാസിന്റെ വില കൂട്ടുന്ന ആ താടിക്കാര സർദാർജിക്ക് ഇത് വല്ലതും അറിയണോ? ഇതാണ് നമ്മുടെ അടുക്കള. അറിയാലോ. ഇവിടെയാണോ ആ വിറക് കത്തിക്കാൻ പോകുന്നത്? അടുക്കളയിലാണല്ലോ അടുപ്പ്. ആ ശരി, എവിടെ കത്തിക്കും? ഇതിപ്പോ എന്താ ചെയ്യുക? ഈ വീട്ടിൽ അടുപ്പിടാൻ സ്ഥലമില്ലേ? ഇല്ല, പണ്ടൊരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കും. ഗ്യാസ് കിട്ടി തുടങ്ങിയപ്പോ പഴയ അടുക്കള പൊളിച്ച് പുതിയ അടുക്കള ഉണ്ടാക്കിയതാണിത്. അതെന്ത് ന്യായം? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഹൗസ് ഓണർ ലംബോദർ പിള്ളിയോട് ചോദിക്കാം. ആ,
ഗ്യാസ് മാറ്റി വിറക് കത്തിക്കുന്ന അടുപ്പുണ്ടാക്കണമെങ്കിൽ ഈ അടുക്കള പൊളിച്ചു പണിയണം, ചിമ്മിനി ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ വിറക് കത്തി ഉണ്ടാകുന്ന പുക കാരണം നമ്മൾ ശ്വാസം മുട്ടിച്ചാകൂ. ഓഹോ, അങ്ങനെയെങ്കിൽ വേറെ വഴിയുണ്ട്. മുറ്റത്തടുപ്പൂട്ടാലോ, അവിടെ നിറയെ സ്ഥലം കിടക്കല്ലേ. ഒരടുപ്പെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണപ്പോ. എനക്ക് എത്ര കൊല്ലമായി ഇതൊക്കെ കറങ്ങുമോ? അയ്യോ, സംഭവം നിർത്തിക്കളയാം. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഫാനിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മോനേഷ് സാർ എന്റെ മണ്ടയ്ക്ക് കയറും. പൊടി ഞാൻ ഇട്ടതല്ല. പിന്നെ നടക്കില്ല. ആര് കിടക്കൂല? അടുപ്പ് അല്ലെങ്കിൽ നടക്കൂലല്ലോ. അതല്ല, ഇവിടെ വിറക് കത്തിക്കാനുള്ള അടുപ്പില്ല. അതിപ്പോഴാണ് അറിയണത്. അപ്പൊ സാർ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അതിനെപ്പറ്റി ആലോചന വന്നിട്ടില്ലല്ലോ. നമുക്ക് വേറെ 100 കാര്യങ്ങളില്ലേ. ഉത്തമ ഇതെടുക്ക്. എന്താ? അല്ല, ഞാൻ തന്നെ എടുക്കാം. അല്ല, നാട്ടിലുള്ളവർക്ക് കരമടയ്ക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ഇടയിൽ സ്വന്തം വീട്ടിൽ ഏത് തരത്തിലുള്ള അടുപ്പാണെന്ന് പോലും അറിഞ്ഞൂടാ. സാറേ, സാറേ, ആ വിറകോട്ടെ എങ്ങോട്ടെ? മുറ്റത്ത് അടുപ്പ് കൂട്ടാൻ അവിടെ കത്തിക്കാൻ പോവാ. ഉത്തമൻ ചെല്ലേ. വരുന്നേ. ഉത്തമ വരുന്നു സാറേ. ഇത് കത്തിക്ക്. ഇത് കത്തിച്ച് കളയാനാണോ കൊണ്ടുവന്നേ? ഇത് അടുപ്പിൽ വെക്കണ്ടേ? അടുപ്പ് എവിടെ? അടുപ്പ് കൂട്ടണം. അല്ല, അതിന് കല്ല് വേണം സാറേ. കല്ലെടുത്തോ. വേഗം കുട്ടിയോ. ഈ കല്ലാണ് അടുപ്പ് കൂട്ടണേ. കല്ല് വേണമെന്ന് പറഞ്ഞു. ഇതല്ലേ അടുപ്പ് കൂട്ടാൻ വലിയ കല്ല് വേണോന്ന്. പിടിച്ചോ. ഇങ്ങനെയാണ് അടുപ്പ് കൂട്ടുന്നേ. ഒരു കാര്യം ചെയ്തുകൂടെ എടുത്ത് മേളിൽ എന്നിട്ട് തട്ടി കളിയാ. കൊള്ളാം. അടുപ്പ് ഇതാണ് അടുപ്പ്. ഇതൊന്ന് 3 പേർക്ക് ഭാഗം വെച്ചതാ. ഇതാണോ അടുപ്പ് റെഡി? ഇതിലെങ്ങനെയാണ് സാർ ഒരു പാത്രം വയ്ക്കുന്നത്? പറ. നീ എന്നെ പഠിപ്പിക്കാൻ നോക്കുന്നത് ശരിയാക്കാൻ നോക്ക്. ഇതിങ്ങനെ വെച്ച് ഇനി അടിയിൽ നിന്ന് തീ ഇട്ട് കൊടുത്താൽ തീ കായാം. അതെന്തിനാ? എന്നിട്ട് വൈകുന്നേരം നമുക്ക് 3 അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം. ക്യാമ്പ് ഫയർ. അതിന് കിടക്കുന്നു. സാറേ, ഇത് ഒരേ പൊക്കത്തിൽ വേണ്ട, എങ്ങനെയും പാത്രം ഇരിക്കൂ. നാളെ നോക്കട്ടെ. ഇതെന്ത് സർവേയാ? ഒരു മുഴ വെച്ച് ബാക്കി അവിടെ ഇങ്ങനെ കിടാ സാറ്. ഓക്കെ ആയി. പലതരത്തിലുള്ള ഭ്രാന്ത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാ.